ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കണ്ണൂർ നഗരത്തിലെ ജീവകാരുണ്യ പ്രവർത്തകൻ സ്വാമി അഗസ്റ്റിനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്വാമിയെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സ്വാമി അഗസ്റ്റിൻ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ പാല രാമപുരത്ത് ജനിച്ച ആളാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 പേരാണ് മക്കൾ. ഞാൻ ഏറ്റവും ഇളയ ആളാണ്. ചാച്ചൻ മരിച്ചുപോയി, അമ്മ ഉണ്ട്. ഞാനിപ്പോൾ 28 വർഷമായിട്ട് കണ്ണൂർ ടൗണിൽ തെരുവിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് തെരുവിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം 28 വർഷമായിട്ട് ഒരു ചെറിയ ആശ്രമമുണ്ട്. പൈതൽമലയിൽ അതിൻ്റെ അടിവാരത്ത് ഏഴരക്കുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അടുത്തായിട്ട് ഒരു പർണശാലയുണ്ട്. അവിടെ ഞാനൊരു 12 വർഷം തുടർച്ചയായിട്ട് ധ്യാനിച്ചിരുന്നു. ഇപ്പോൾ തെരുവിലാണ് പ്രവർത്തനങ്ങൾ. അതിൻ്റെ ധ്യാനത്തിൻ്റെ 12 വർഷത്തെ ജീവിതാനുഭവങ്ങൾ, ധ്യാന അനുഭവങ്ങളിൽ നിന്ന് ആണ് ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് മാറി വന്നത്. സ്വാമിയുടെ ജീവിതത്തിലെ ദൈവാന്വേഷണത്തിൻ്റെ പ്രാരംഭഘട്ടം എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലം തൊട്ട് എന്നെക്കുറിച്ചുള്ള പദ്ധതി, ദൈവ പദ്ധതി എന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. ആ ചിന്തയിൽ നിന്ന് കഠിനമായ ചിന്താധാരയിലേക്ക് ഉപവസിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം എൻ്റെ മുമ്പിലേക്ക് ഒരു തേജസ്, സൂര്യ തേജസ്, സൂര്യനെ പോലെയുള്ള ഒരു ഗോളം ഇറങ്ങി വരികയും അതിൽ നിന്നൊരു സ്ത്രീ ആവിർഭവിച്ച് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ധാരാളം ഉപദേശങ്ങൾ, ആത്മീയ ഉപദേശങ്ങൾ തന്നതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വാ, തപസ് ചെയ്യ് എന്ന് പറയുണ്ടായി. അതിനുശേഷം ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കൊരട്ടിമുത്തിയാണ്. അവിടെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം. ഞാൻ ഈ കൊരട്ടിമുത്തിയെക്കുറിച്ച് അമ്മയോട് സംസാരിച്ചു, എൻ്റെ സ്വന്തം അമ്മയോട്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് ഒരു ദേവാലയത്തിലെ മാതാവിന് പറയുന്ന പേരാണ് കൊരട്ടിമുത്തി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മാതാവിൻ്റെ പേരാണ് കൊരട്ടിമുത്തി എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഞാൻ കൊരട്ടി ചർച്ചിലെത്തി. അവിടുന്ന് ഒരു കാവി മുണ്ടും കാവി ഷാളും ഒരു ബൈബിളും എടുത്ത് മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ച്, പണവും മറ്റു കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് യാത്ര തുടങ്ങി. അവിടുന്ന് വടക്കോട്ടുള്ള യാത്ര, ഹിമാലയം വരെ പോകാമല്ലോ എന്നുള്ള ചിന്തയിൽ വടക്കോട്ട് യാത്ര ചെയ്തു. സാധാരണ ഭാരതീയ സന്യാസ രീതിയിൽ ഭിക്ഷ എടുത്താണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പൈസയോ കാര്യങ്ങളോ ഒന്നും കരുതിയിരുന്നില്ല. ഉച്ച സമയത്ത് ഏതെങ്കിലും ഭവനങ്ങളിൽ കയറി, ഞാനൊരു ഈശ്വരാന്വേഷിയാണ്, ദൈവരാജ്യ അന്വേഷിയാണ്, അല്പം ഭക്ഷണം കിട്ടിയാൽ കൊള്ളാം എന്ന് പറയും. ചിലർ തരും, ചിലർ കള്ളനാണെന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടും. അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് ഒല്ലൂർ ടൗണിലെത്തിയപ്പോൾ അവിടെ ഒരു കടത്തണയിൽ വിശ്രമിക്കുമ്പം ഒരു വ്യക്തി വന്ന് എന്നോട് പരിചയപ്പെട്ടു. നിങ്ങൾ ആരാ, എന്താണ് എന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൈതൽമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആശ്രമമുണ്ട്, പ്രതികൂലതയിൽ ധ്യാനിക്കാൻ പറ്റും, തപസ്സാണല്ലോ, അപ്പം പ്രതികൂലതയിൽ വേണമല്ലോ ധ്യാനിക്കാൻ. അപ്പം അവിടെ പോയി അന്വേഷിച്ച് കണ്ടെത്തൂ, അവിടെ പ്രതികൂലതയിൽ ഇരുന്ന് ധ്യാനിക്കാൻ പറ്റിയൊരു ആശ്രമമുണ്ട്, ചെറിയൊരു ആശ്രമമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അവിടുന്ന് ലക്ഷ്യബോധമായി എവിടെ ധ്യാനിക്കണമെന്നുള്ളത്. അത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് റഫായൽ മാലാക ആ വ്യക്തി മുഖാന്തരം വന്ന് എനിക്ക് ഉപദേശം തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അവിടുന്ന് കാൽനടയായി ഇവിടെ തളിപ്പറമ്പിലെത്തി. അവിടുന്ന് പൈതൽമല എന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു ഫാദർ ജോസ് മണിപ്പാറ എന്ന് പറയുന്ന അച്ഛൻ്റെ ആശ്രമമാണ്. അവിടെ ആശ്രമത്തിൽ അച്ഛൻ്റെ അനുവാദം വാങ്ങി ചെറിയൊരു കുടിലാണ്. ആ കുടിലിൽ 3 മാസക്കാലം താമസിച്ചു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. മഴക്കാലമാണ്, അപ്പോൾ നല്ല പ്രതികൂലതയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ജൂൺ മാസം തിരഞ്ഞെടുത്തത്. അങ്ങനെ അവിടെ താമസിച്ച് ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ കർണയുടെ ഈശോയുടെ ആണ് എൻ്റെ ഒരു ഇഷ്ടമംഗള രൂപഭാവം ധ്യാനത്തിന്. ആ കർണയുടെ ഈശോയെ ധ്യാനിച്ച് 3 മാസക്കാലം അവിടെ കഴിഞ്ഞുകൂടി.
ആ 3 മാസത്തിൽ നല്ല ഒരു ദൈവാനുഭവം ഉള്ളിലുണ്ടായി. തുടർന്ന് ഞാൻ വീട്ടിൽ 3 മാസമാണ് അവധി ചോദിച്ചു പോയിരുന്നത്, അമ്മയോട് ചോദിച്ചു പോയിരുന്നത്. 3 മാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നു. അമ്മ എന്നെ കണ്ടപ്പോൾ വളരെ മെലിഞ്ഞ് ഉണങ്ങി, കാരണം കൂടുതലും ഭക്ഷണം കഴിക്കാതെ ഉള്ള ജീവിതമായിരുന്നല്ലോ, ഒരു താമസ ജീവിതമാണല്ലോ. അപ്പോൾ വളരെ ശരീരമെല്ലാം ശോഷിച്ചു. തുടർന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, ഒരു വർഷക്കാലം കൂടെ ഞാൻ ഈ രീതിയിൽ സഞ്ചരിക്കാനും ധ്യാനിക്കാനും ഒക്കെ പോകാൻ ആഗ്രഹിക്കുവാണ്. അമ്മ മനസ്സോടെ അനുവാദം തന്നു. ചാച്ചൻ പറഞ്ഞു, ലോകം മുഴുവൻ പോയി കറങ്ങി കാര്യങ്ങൾ പഠിക്കണം, അത് നല്ലതാണ്. ഈ പ്രായത്തിൽ അങ്ങനെ പോയി പഠിക്കുന്നത് നല്ലതാണെന്ന് ചാച്ചൻ കമൻറ്റ് പറഞ്ഞു. അങ്ങനെ എന്തായാലും വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ പറഞ്ഞ സ്ഥലത്ത് വരികയും തുടരാൻ ആഗ്രഹിച്ചപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അവിടുന്ന് മാറി അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയ കുടിൽ വെച്ച്, ഒരു പുഴയുടെ തീരത്ത് കുടിൽ വെച്ച് താമസിക്കാൻ ദൈവം പ്രചോദിപ്പിച്ചു. അവിടെ ഒരു 12 വർഷക്കാലം ഞാൻ അവിടെ താമസിച്ചു. ഈ ജീവിത കാലഘട്ടത്തിൽ ഏതെങ്കിലും ഗുരുക്കന്മാരുടെ സാന്നിധ്യം പ്രചോദനമായിട്ടുണ്ടോ? ഞാൻ 1 വർഷം ഈ കുടിലിൽ താമസിച്ചതിന് ശേഷം, നമ്മൾ ആത്മീയതയിൽ സാധാരണ എല്ലാവരും പറയുമല്ലോ, ഗുരുക്കന്മാർ വേണം, അല്ലെ വഴിതെറ്റിപ്പോകും എന്നുള്ള ഒരു രീതിശാസ്ത്രം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഞാൻ ജീവിച്ചത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മീയ ഗുരു അഥവാ കൊരട്ടിമുത്തിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, പ്രചോദനത്തിനനുസരിച്ചാണ്, മാതാവിനെ ഗുരുവാക്കിയാണ് ഞാൻ സഞ്ചരിച്ചത്, ഇരുന്നത്, കിടന്നത്, ധ്യാനിച്ചതെല്ലാം. അപ്പോൾ മാനുഷിക ഗുരുവിൻ്റെ ആവശ്യമാണ് എന്നുള്ള പഠനത്തിൻ്റെ പുറത്ത് ഞാൻ ഗുരുവിനെ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് ഒരു ഫാദർ ചാക്കോ ബെർണാഡ് എന്ന് പറഞ്ഞ ഒരു അച്ഛനെ, പരിയാരത്ത് ഉള്ള ഒരു അച്ഛനാണ്, ഇപ്പോൾ മരണപ്പെട്ടു. എനിക്കറിയാം, ഏറ്റവും പ്രയാസകരമായ സുഹൃതമെന്ന്. അതെ. ആ അച്ഛനെ പോയി കണ്ടു. അച്ഛനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ആത്മരക്ഷ കൈവരുവാൻ ആണല്ലോ നീ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. അതെ, അപ്പോൾ ആത്മരക്ഷയ്ക്ക് ഒരൊറ്റ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് എളിമയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അതെങ്ങനെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ എനിക്കൊരു പുസ്തകം എടുത്തു തന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ഇപ്പം മാഡം പറഞ്ഞ ഏറ്റവും പ്രയാസകരമായ സുഹൃതം എന്ന് പറഞ്ഞ പുസ്തകമാണ്. അതെടുത്ത് തന്നിട്ട് ഇത് പോയി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പുസ്തകവുമായി ആശ്രമത്തിൽ വീണ്ടും വന്ന് അച്ഛനെ ഒരു എൽഡറായിട്ട് ഗുരുവായി കണ്ടുകൊണ്ട് ഞാൻ പഠിക്കുകയും ആത്മീയ തലത്തിലുള്ള അഹങ്കാരം, ഞാനെന്ന ഭാവം മാറ്റേണ്ടതിൻ്റെ വിശദമായ കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ചപ്പോൾ ഒട്ടനവധി അഹങ്കാരം, ഈഗോ എന്നിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പരിശീലനം, എളിമ എങ്ങനെ പരിശീലിക്കാം, ആ കാര്യങ്ങളെല്ലാം അച്ഛനോട് ചോദിച്ചാണ് പഠിച്ചത്, പരിശീലിച്ചത്. ഇടയ്ക്കിടയ്ക്ക് പോയ ഗുരുവിനെ കാണും. അങ്ങനെയാണ്. ഞാൻ സിസ്റ്റർ ഹെലൻ ജോസ് MSMI സാൻ ജോസ് പ്രൊവിൻസിൻ്റെ അംഗമാണ്. എനിക്ക് ഒരു 12 വർഷമായി നമ്മുടെ സ്വാമി അഗസ്റ്റിനെ പരിചയമാണ്. സ്വാമിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഈശോയുടെ കരുണയുടെ മുഖമാണ് സ്വാമി എന്ന് നമുക്ക് പറയാം. കരുണയുടെ ഈശോയുടെ ഒരു വലിയ പ്രചാരകനാണ് സ്വാമി. സ്വന്തം ജീവിതം വഴിയാണ് സ്വാമി ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നത്. വലിയ ഈശോയുമായുള്ള വലിയ ബന്ധത്തിൽ ആഴപ്പെട്ട് അതിനുശേഷമാണ് സ്വാമി തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. പ്രത്യേകമായി ഈ കരുണയുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും നടത്തുമ്പോൾ ഈശോയുമായി ആലോചന ചോദിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സ്വാമിയുടെ ഈ കരുണയുടെ പ്രവർത്തനത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്വാമിയുടെ കൂടെ പല സ്ഥലങ്ങളിലും യാത്ര പോകാനുള്ള അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്ക് ഒരു യാചകനെ കണ്ടുമുട്ടുകയാണെങ്കിൽ സ്വാമി ഉടനെ വണ്ടി നിർത്തും. ആ മനുഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി കാര്യങ്ങളൊക്കെ, കുശലങ്ങളൊക്കെ അന്വേഷിച്ച്, പ്രത്യേകമായി സുഖമാണോ എന്ന് ചോദിച്ച്, അതിനേക്കാൾ ഉപരി ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. എന്നിട്ട് ഭക്ഷണത്തിനുള്ള തുക
ആ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തിട്ടേ സ്വാമി പോവുകയുള്ളൂ, പോയി ഭക്ഷണം കഴിച്ചോ എന്ന് പറയും. ഇതുപോലെ പല അവസരങ്ങളിലും കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, സഹിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാൻ എപ്പോഴും സ്വാമി സന്നദ്ധനാണ്. സ്വാമിയുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജമായി നിലകൊള്ളുന്നത് കരുണയുടെ ഈശോ തന്നെയാണ്. ഈ പ്രവർത്തനങ്ങൾക്കും ജീവിതങ്ങൾക്കും എല്ലാം വീണ്ടും വളരെ അധികം ആശംസകൾ നേരുകയും ഇനിയും മുന്നോട്ട് പോകുവാനുള്ള എല്ലാ ശക്തിയും ഈശോ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വിളിക്കുള്ളിലെ ഒരു വിളി ജീവകാരുണ്യ പ്രവർത്തന മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ഞാൻ 12 വർഷം ആശ്രമത്തിൽ അങ്ങനെ ധ്യാനിച്ചും ദൈവവിചാരത്തോടു കൂടി, എൻ്റെ ഭാഷ പറഞ്ഞ ആത്മവിചാരത്തോടെ 12 വർഷക്കാലം കഴിച്ചുകൂട്ടി. ആ സമയത്ത് എൻ്റെ അടുത്തൊരു ഫാദർ എന്നെ പരിചയപ്പെടാൻ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ മാണി മേൽവട്ടം എന്നാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആർക്കും ഒരു ആശ്രമം കെട്ടി ദൈവത്തെ ധ്യാനിച്ച് ഇരുന്ന് മോക്ഷം പ്രാപിക്കാൻ പറ്റും. കാരണം താങ്കൾക്ക് ശത്രുക്കളാരുമില്ല, താങ്കളെ ആരും ഉപദ്രവിക്കുന്നില്ല, താങ്കൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. അങ്ങനെ പോകുന്നതല്ല ക്രിസ്ത്യൻ ആധ്യാത്മികത. അത് എന്ന് പറയുന്നത് മറ്റുള്ള ആത്മാക്കളെയും കൂടെ കൂട്ടിച്ചേർത്ത് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ക്രിസ്ത്യൻ ആധ്യാത്മികത. ആയതിന് താങ്കൾ പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങണം. ക്രിസ്തു അങ്ങനെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയിരുന്നല്ലോ 3 വർഷക്കാലം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ശരിയായ രീതിയിലുള്ള സഹനം, ത്യാഗം, കഷ്ടത, മറ്റുള്ളവരുടെ അസൂയ, കുശുമ്പ് മുതലായവയൊക്കെ പുറത്ത് വരിക. അത് നിങ്ങളിൽ ചാർത്തുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ആത്മസംയമനം വന്നു, എളിമ വന്നു, താഴ്മ വന്നു, കരുണ വന്നു എന്നൊക്കെ അറിയാൻ ദൈവത്തിനും താങ്കൾക്ക് തന്നെയും ഞങ്ങൾക്കും മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വാ. അങ്ങനെ എന്നെ വെല്ലുവിളിച്ചു. ഞാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. തുടർന്ന് എനിക്കും ദൈവം എൻ്റെ ആന്തരിക ഹൃദയത്തിൽ പൊതുസമൂഹത്തിലേക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം. വിശ്വാസം അത് എത്ര വലുതാണെങ്കിലും കാരുണ്യപ്രവൃത്തികളില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണെന്ന് ബൈബിളിലുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശുദ്ധയാണ് വിശുദ്ധ ഫൗസ്റ്റീന. ഫൗസ്റ്റീനയുടെ പുസ്തകത്തിലും കൃത്യമായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. നിന്റെ വിശ്വാസം എത്ര വലുതാണെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളില്ലാത്ത വിശ്വാസം യാതൊരു ഫലവും ഉണ്ടാക്കുന്നില്ല, നിന്റെ നിത്യജീവന് അത് കാരണമാകില്ല. അപ്പം അതിനെ ആസ്പദമാക്കി ഞാൻ സമ്മതിച്ചു ഫാദർ മാണി മേൽവട്ടത്തോട്. അദ്ദേഹം തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഒരു ചൈൽഡ് ലൈൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ളതാണ്. അത് ഏറ്റെടുത്ത് കണ്ണൂർ ജില്ലയിൽ നടപ്പാക്കുന്നത് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാമോ എന്നോട് ചോദിച്ചു. അപ്പം എനിക്ക് തെരുവിലെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് എനിക്ക് മനസ്സിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം മുൻകാലഘട്ടങ്ങളിൽ ഞാനത് കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ബ്രദർ മാവൂരിസ് മാളിക്കലിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എറണാകുളത്ത് തെരുവിൽ പ്രവർത്തിക്കുന്ന. അദ്ദേഹമൊക്കെ ആയിട്ട് എനിക്ക് അടുപ്പമുണ്ടായിരുന്നു. അക്കാരണത്താൽ ഈ തെരുവ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഞാൻ ആദ്യമായിട്ട് സമ്മതം മൂളി കണ്ണൂർ ടൗണിൽ വരുന്നു. തെരുവിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഒരു 7 വർഷക്കാലം ഈ പ്രൊജക്റ്റിൽ ഡയറക്ടറായിട്ട് ഞാൻ പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ ആണ് ശരിക്കും തെരുവിലെ ശുശ്രൂഷയിലേക്ക് ഞാൻ ഇറങ്ങുന്നത്. കുട്ടികളോടൊപ്പം മുതിർന്നവരുടെ കാര്യങ്ങളിലും ഞാൻ ഇടപെടാൻ തുടങ്ങി. അവർക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന്, അവർക്ക് ഷെൽട്ടർ വേണമെങ്കിൽ ഷെൽട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുതിർന്നവർക്കും ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടക്കം. ഈ ഗാർഡിയൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഗാർഡിയൻ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയത് ഒരു ദൈവിക ഉൾബോധ്യം കിട്ടിയതിൻ്റെ പുറത്താണ്.
നീ നീതി പരിപാലക സംഘം ഉണ്ടാക്കണം എന്നെനിക്കൊരു ദൈവിക ബോധ്യം കിട്ടി. അപ്പോൾ അതിന് അങ്ങനെ നീതി പരിപാലക സംഘം ട്രസ്റ്റ് എന്നൊക്കെ ഇടുമ്പോൾ അതൊരു അഭംഗിയായിട്ട് തോന്നി. പക്ഷെ അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഗാർഡിയൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളാണ് അജോമി പേര് പറഞ്ഞു തന്നത്. ആ പേരിൽ ഞാനും ചെയർമാനായിട്ടും മാത്യു തെള്ളിയിൽ എന്ന് പറഞ്ഞ ഒരു റിട്ടയർഡ് അധ്യാപകനുണ്ട് കുടിയാമല, അദ്ദേഹം ജനറൽ സെക്രട്ടറിയായും വൈസ് ചെയർമാനായിട്ട് ഫാദർ ജോസഫ് പൂത്തോലിൽ എന്ന് പറഞ്ഞ തലശ്ശേരി രൂപതയിലെ ഒരു വൈദികനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ചേർന്നാണ് ഈ ട്രസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ 3 പേരും ട്രസ്റ്റികളാണ്. ആ ട്രസ്റ്റിൻ്റെ പുറത്താണ് ഇപ്പോൾ കണ്ണൂർ തെരുവിൽ നിന്ന് തന്നെയല്ല, നമ്മൾ എത്തപ്പെടുന്ന തെരുവുകളിലെല്ലാം, നമ്മളുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ അനാഥര്, മാനസികരോഗികൾ, ഒറ്റപ്പെട്ടവർ, ആരും സഹായിക്കാനില്ലാത്തവർ, അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടും. മുഖ്യമായിട്ട് കണ്ണൂർ തെരുവിലാണ് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. അത് കൂടുതലായിട്ടും ഭക്ഷണ വിതരണമാണ്, അന്നദാനമാണ്. ദാനങ്ങളിൽ ഏറ്റവും മുഖ്യം എന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. ആ അന്നദാനത്തിനാണ് പ്രാമുഖ്യം കൽപ്പിക്കുന്നത്. മുഖ്യമായിട്ട് ജില്ലാ ഹോസ്പിറ്റലിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് കൂപ്പണാണ്, ഗാർഡിയൻസിൻ്റെ സൗജന്യ ഭക്ഷണ കൂപ്പൺ കൊടുക്കുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് നേഴ്സുമാരാണ് വിതരണം ചെയ്യുന്നത്. നമുക്ക് ധാരാളം നേഴ്സുമാർ ജില്ലാ ആശുപത്രിയിലുണ്ട്, നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഒരു ഷെയർലി സിസ്റ്റർ ഉണ്ട്, ഹെഡ് നേഴ്സാണ്. അവർ ഈ രോഗികൾക്ക് കൊടുക്കുകയാണ് കൂപ്പൺ. ആ കൂപ്പൺ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടും. അത് മാസാവസാനം നമ്മൾ തിരിച്ചു വാങ്ങി, എത്രയുണ്ടോ 100 ഉണ്ടെങ്കിൽ 4000 രൂപ, 40 രൂപയാണ്. അങ്ങനെ നമ്മൾ പണം കൊടുത്ത് അത് കൂപ്പൺ തിരിച്ചു വാങ്ങി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. നേഴ്സുമാർക്ക് കൊടുത്ത് അവർ റിപ്പീറ്റ് ചെയ്യും. ഇതാണ് മുഖ്യമായിട്ട്. ജില്ലാ ഹോസ്പിറ്റലിൽ അത് വലിയൊരു സേവനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം അവിടെ ശരിക്കും ചോറ് ഗവൺമെൻറ് കൊടുക്കുന്നില്ല, മുട്ടയും പാലും ഒക്കെയാണ് നിലവിൽ ഹോസ്പിറ്റലിലുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ കൂപ്പൺ കൊണ്ട് ഉച്ചയ്ക്ക് ഒരു ചോറ് കിട്ടുമ്പോൾ അത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയൊരു ആശ്വാസമാണ്, അനുഗ്രഹമാണ്. മാനസിക രോഗികളുടെ ഇടയിൽ ശക്തമായ പ്രവർത്തനമുണ്ട്. നമുക്കറിയാമല്ലോ, ധാരാളം സ്ഥാപനങ്ങൾ മാനസിക രോഗികളെ നോക്കുന്ന സ്ഥാപനം കണ്ണൂർ ജില്ലയിലുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ, വഴിയോരങ്ങളിൽ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ബസ് സ്റ്റാൻഡുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ നമ്മൾ ആദ്യമേ പോയി പിടിക്കൂല. ഒരാഴ്ച നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ, സഹായികൾ, സന്നദ്ധ പ്രവർത്തകരെല്ലാം ഉണ്ട് തെരുവിൽ. അവർ നിരീക്ഷിക്കും, ഞാനും നിരീക്ഷിക്കും, അവരെൻ്റെ ശ്രദ്ധപ്പെടുത്തും, അപ്പം ഞാനും നിരീക്ഷിക്കും. ആ നിരീക്ഷണത്തിൻ്റെ പുറത്ത് അവരോട് നമ്മൾ ചെന്ന് സംസാരിക്കും. പലപ്പോഴും പല ഭാഷക്കാരായിരിക്കും. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്ത് സഹായം വേണം? അപ്പം അവർക്ക് ഷെൽട്ടർ കൊടുത്താൽ നന്നായിരിക്കും. പലരുടെയും ശരീരം വ്രണങ്ങളെല്ലാം നിറഞ്ഞതായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മറ്റ് ഷെൽട്ടർ ഹോമുകളിൽ ആക്കും. 100 പേരെ ആക്കിയാൽ 100 പേരും അവിടെ നിൽക്കത്തില്ല, ഒരു 50% ആൾക്കാരെ നിൽക്കുകയുള്ളൂ. ബാക്കി 50% ആൾക്കാർ എങ്ങനെയും ഷെൽട്ടർ ഹോമിൽ നിന്ന് പുറത്ത് ചാടും ഏതെങ്കിലും ഒരു അവസരത്തിൽ. അക്കാരണത്താൽ ഈ അനുഭവം ഒത്തിരി കിട്ടിയത് കൊണ്ട് ഇങ്ങനെ പുറത്ത് അവർക്ക് ഷെൽട്ടറിൽ നിൽക്കാൻ താല്പര്യമില്ല. അക്കാരണത്താൽ നമ്മൾ അവരായിരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മുഖ്യമായ ഒരു സേവനമാണ് ഗാർഡിയൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ. അതാണല്ലോ ഒരു നീതി പരിപാലക സംഘമാണല്ലോ ഗാർഡിയൻസ്. സ്വാമി, ഈ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കണ്ട ഒരു പ്രത്യേകത, കൗതുകം തോന്നിയൊരു കാര്യമാണ് ഈ തൊട്ടിലിൽ ഈ ഉണ്ണീശോയെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വിശുദ്ധ പൗലോസിന്റെ ഡയറിയിൽ പറയുന്നൊരു പ്രധാന ഭാഗമുണ്ട്. അവർക്ക് യേശു പലപ്പോഴും പ്രത്യക്ഷപ്പെടുമ്പം അത് കുട്ടിയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അപ്പം എനിക്ക് കുട്ടിയായിട്ട് കാണാൻ ആഗ്രഹമില്ല, മുതിർന്ന യേശുവായിട്ട് കാണാനേ ദർശനത്തിൽ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, നിന്റെ മുമ്പിൽ നിനക്ക് എളിമ വരാൻ വേണ്ടിയാണ് ഞാൻ ബാലേശുവായിട്ട് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ തന്നെ പ്രത്യക്ഷപ്പെടുകയുള്ളൂ, നീ എളിമയിൽ ആഴപ്പെടേണ്ടതുണ്ട്, അതിനാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ നിലനിർത്താനും എൻ്റെ അടിസ്ഥാന പോയിന്റ് എൻ്റെ ആത്മീയ ഗുരു പറഞ്ഞത് എളിമയിൽ ജീവിക്കുക എന്നുള്ളതാണല്ലോ മരണം വരെ. അപ്പോൾ അതിന് ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടി ആണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സ്വാമിയുടെ ആധ്യാത്മികത എന്താണ്? എൻ്റെ ആധ്യാത്മികത എന്നത് നമ്മിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അനുസ്യൂതമായ വിചാരം. ആ വിചാരത്തിൽ കൂടി നമുക്ക് തൃപ്തി ഉണ്ടാവും. ആ തൃപ്തിയാണ് മോക്ഷം അല്ലെങ്കിൽ സായുജ്യം എന്നൊക്കെ ഞാൻ കരുതുന്നത്. നമ്മളുടെ ഇഷ്ടം മാറ്റിവെച്ച് നമ്മിൽ വസിക്കുന്ന
അല്ലെ ഈ അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുന്നത്. അഥവാ നമ്മൾ പറയുന്ന ഉപകരണമായി പ്രവർത്തിക്കുക, ഈ ലോകത്ത് ദൈവത്തിൻ്റെ ഉപകരണമായി പ്രവർത്തിക്കുക. ആ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുമ്പോൾ നമ്മൾ പൂർണ്ണരാകും എന്നാണ് എൻ്റെ ഒരു ആത്മീയത. ദൈവത്തിന് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിച്ചത്, അതായത് സ്വാമിയുടെ ജീവിതത്തിൽ പല വ്യക്തികളിലൂടെ സംസാരിച്ചു ദൈവം. അങ്ങനെ ദൈവം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചു. അതിന് സ്വാമിയെ ജീവിതത്തിൽ ഉയർത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. സ്വാമിയുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം തൻ്റെ ജീവിതത്തിൽ പകർത്തിയ സ്വാമി അഗസ്റ്റിനെയാണ് നാം ഈ സമയം ഇത്രയും ശ്രവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം എല്ലാവർക്കും പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.